നേതാവിന്റെ പാദപൂജയിൽ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. അധികാര പ്രമത്തതയുടെയും സാമന്ത മനോഭാവത്തിന്റെയും ആവർത്തനം. മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷനും മുൻ നിയമസഭാ സ്പീക്കറുമായ നാനാ പട്ടോലെയുടെ കാല് കഴുകി പൂജിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ രാഷ്ട്രീയ ഇടനാഴികളിൽ പുതിയ വിവാദം പുകയുകയാണ്. ഗുരുപൂർണിമ ചടങ്ങിനോടനുബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ പട്ടോലെയുടെ കാലുകൾ പാലുപയോഗിച്ച് കഴുകുകയും മന്ത്രോച്ചാരണങ്ങളുടെ പൂക്കളർപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് വലിയ ജനരോഷത്തിനും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത്. മുൻപ് അക്കോലയിൽ വെച്ച് ചെളി പുരണ്ട അദ്ദേഹത്തിന്റെ കാലുകൾ പാർട്ടി പ്രവർത്തകൻ കൈകൾ കൊണ്ട് കഴുകിയ സംഭവത്തിന്റെ തുടർച്ചയായാണ് ഈ പുതിയ സംഭവ വികാസവും ചർച്ചയാകുന്നത്. ജനാധിപത്യ സമൂഹത്തിൽ കേവല വ്യക്തിപൂജയും അധീശത്വ മനോഭാവവും പ്രകടമാക്കുന്ന ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആന്തരിക സംസ്കാരത്തെയും പ്രവർത്തന രീതിയെയും ശക്തമായി ചോദ്യം ചെയ്യുന്നു. പൊതുപ്രവർത്തന രംഗത്ത് നേതാക്കളും അണികളും തമ്മിൽ പുലർത്തേണ്ടത് പരസ്പര ബഹുമാനവും സമത്വവുമാണ്. നേതാവ് കസേരയിലിരിക്കുമ്പോൾ അണികൾ കാലിൽ വെള്ളവും പാലും ഒഴിച്ച് കഴുകുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനും ചേർന്നതല്ല. പ്രവർത്തകർ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തതാണ് എന്നും കുടുംബാംഗങ്ങളെ പോലെയുള്ള പ്രവർത്തകർ സ്നേഹപ്രകടനമായി ചെയ്തതാണ് എന്നുമുള്ള ന്യായീകരണങ്ങൾ പട്ടോലെയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും ഇത് വ്യക്തിഗതമായ ന്യായീകരണത്തിനപ്പുറം ഫ്യൂഡൽ മാടമ്പിത്തത്തിന്റെ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ നേതാക്കൾ ആൾദൈവങ്ങളോ രാജാക്കന്മാരോ അല്ലെന്നിരിക്കെ ഇത്തരം അധീശത്വ ശീലങ്ങളെ തടയാൻ നേതാവിന് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ഭരണഘടനയും സമത്വവും ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചും സാധാരണക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഒരു വശത്ത് പൗരാവകാശങ്ങളെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും വാചാലരാവുകയും മറുവശത്ത് സ്വന്തം പാർട്ടി പ്രവർത്തകരെ കേവലം അടിയാളന്മാരെ പോലെ കാണുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വെളിവാക്കുന്നതെന്നും ആക്ഷേപമുയരുന്നു. അധികാരമോ പദവിയോ ലഭിക്കുമ്പോൾ ഉയർന്നുവരുന്ന ഈ അധമ സംസ്കാരം ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള വിശ്വാസ്യത തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത്. പാർട്ടി വളർത്താൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നേതാക്കളെ ആൾദൈവങ്ങളാക്കി മാറ്റുന്ന സംസ്കാരത്തിന് കൂട്ടുനിൽക്കാതെ അനാചാരങ്ങളെയും ഫ്യൂഡൽ മനോഭാവങ്ങളെയും തള്ളിപ്പറയാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം. ആത്മാഭിമാനമുള്ള പ്രവർത്തക സമൂഹത്തെ സൃഷ്ടിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരം ആധിപത്യ സ്വഭാവങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നതിൽ സംശയമില്ല.